എന്നെ വിളിക്കാൻ ഒരു കാരണം വേണമല്ലോ. അപ്പോൾ ലാൽജി സാറൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിന് കണക്കിലൊക്കെ വലിക്കാം. പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ വന്നു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതല്ല, അവർക്ക് ആഗ്രഹം നിവിൻ പോളി വരണം, ദുൽഖർ സൽമാൻ വരണമെന്നൊക്കെ തന്നെയാണ്. പിന്നെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ നീയാണ് ഭേദം എന്ന് തോന്നി എന്നുള്ളതാണ്. അവർ അബാക്കസി കണക്ക് കൂട്ടിയപ്പോൾ ഞാനാണ് ഓക്കെ എന്ന് തോന്നിയത്. ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിച്ചു. കാരണം പലയിടത്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചിന്ത നമുക്കെതിരെ നിൽക്കുന്നവർക്കുണ്ടാവും, നമുക്കുണ്ടാകാറില്ല. നമ്മൾ വിളിക്കുന്ന പരിപാടികൾ പലപ്പോഴും സൗഹൃദങ്ങൾ മുൻനിർത്തിയും അല്ലാതെയും ഒക്കെ പോകേണ്ടി വരും. ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ മേടിച്ച കുട്ടികളെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങിന് വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ അവിടെ എത്തി. അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ റൂമിലെത്തി. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ ഞാൻ ഇരുന്നു. ഞാൻ കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രിൻസിപ്പലിന് തന്നെ ഒരു സംശയം തോന്നി. ഞാൻ അവിടെ ഇരുന്ന് കശുവണ്ടി എടുത്ത് നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്ന കണ്ടപ്പോൾ പ്രിൻസിപ്പലിനൊരു സംശയം, ഇവൻ എൻ്റെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ മാത്രമുള്ള ആളായോ എന്നൊരു സംശയം വരും. പെട്ടെന്ന് ഈ പ്രിൻസിപ്പൽ എന്നോട് ചോദിച്ചു, ഏതുവരെ പഠിച്ചു എന്ന് ചോദിച്ചു. പെട്ടെന്നായിരുന്നു ആ ചോദ്യം. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ കുറയ്ക്കണ്ട എന്നോർത്ത് ഞാൻ പറഞ്ഞു MBA എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പ്രിൻസിപ്പൽ എന്നോട് തിരിച്ച് 4-5 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ 2ാമത്തെ സെമസ്റ്ററിലെ 3ാമത്തെ പേപ്പർ എന്നൊക്കെ പറഞ്ഞൊരു 4-5 ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ചുറ്റിപ്പോയി. അപ്പോൾ തന്നെ പ്രിൻസിപ്പലിന് മനസ്സിലായി MBA വരെ ഇവൻ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ പാവമല്ലേ എന്നോർത്ത് പ്രിൻസിപ്പൽ വിട്ട് കളഞ്ഞു. പക്ഷെ പിന്നീട് ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ പിന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതുപോലെ പ്രിൻസിപ്പൽ എന്നോട് ചോദിക്കും, ഒരു സ്കൂളിലൊക്കെ ചെന്ന് ഏതുവരെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു CCWP. ഇങ്ങനൊരു കോഴ്സ് എന്താണെന്ന് ഇവർക്കും അറിയാൻ പാടില്ല, ആർക്കും. അതോടുകൂടി പ്രിൻസിപ്പല് വിട്ട് കളഞ്ഞു. പിന്നെ കുറേ നാളായിട്ട് ഈ CCWP വെച്ചാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരിക്കലും ഒരു സുഹൃത്തിനോട് പറഞ്ഞു, നമുക്ക് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരോടാണ്. അത് നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ട്, നന്നായിട്ട് പഠിക്കുന്നവരോടുണ്ട്, ഫ്ലൈറ്റ് ഓടിക്കുന്നവരോടുണ്ട്, കണക്ക് കൂട്ടുന്നവരോടുണ്ട്. പലതരത്തിൽ അയാളുടെ പ്രായമോ വലിപ്പമോ ഒന്നും മാനദണ്ഡമാകാതെ നമുക്ക് അയാളോട് അസൂയ തോന്നുന്നത് അയാൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, വീരപ്പൻ ചന്ദ്രത്തടി തെറ്റി വരും, നിനക്ക് അയാളോട് അസൂയുണ്ടോ? ഞാൻ പറഞ്ഞു, അതിലെനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഒരാളെ കൊല്ലണം നമുക്ക് പറ്റും, ചന്ദ്രത്തടി വീഴണം നമുക്ക് പറ്റും. അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അതിനേക്കാളൊക്കെ പാടാണ് കൃത്യമായി പഠിക്കുക, മാർക്ക് മേടിക്കുക, പാട്ട് പാടുക, കണക്കൂട്ടുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യാസമാക്കുന്ന ഒരേ ഒരു മനുഷ്യനിലുള്ള കാര്യം, കൈയുണ്ട്, കാലുണ്ട്, വാലില്ല. മൃഗങ്ങളെക്കാൾ കായികമായി മനുഷ്യൻ വളരെ പരിമിതരാണ്. മൃഗം മരം കയറുന്ന പോലെ മരം കയറാൻ പറ്റില്ല, മൃഗങ്ങൾ നീന്തുന്ന പോലെ നീന്താൻ പറ്റില്ല, പലതും പറ്റില്ല. പക്ഷേ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് അവൻ്റെ തലച്ചോറാണ്, അവൻ്റെ ബുദ്ധിയാണ്. എന്നാൽ ഇന്ന് പല വാർത്തകൾ കാണുമ്പോൾ, പല വാർത്തകൾ വായിക്കുമ്പോൾ, ഫേസ്ബുക്കിൽ വരുന്ന പല പോസ്റ്റുകളും കാണുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തോന്നുന്നത് ഇവന് ബുദ്ധിയില്ലേ എന്നാണ്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ലെവലേശം ചിന്തിക്കാതെ, നമ്മുടെ തലച്ചോറിൻ്റെ 1% പോലും ഒരു തീരുമാനമെടുക്കുന്നതിൽ പ്രവർത്തിപ്പിക്കാതെയാണ് നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങളെടുക്കും, പലതും മുന്നിലേക്ക് പോകുന്നത്. നമ്മുടെ തൊട്ട് താഴെ വരുന്നൊരു തലമുറ ഒരു മൊബൈൽ വരുന്നതിന് മുമ്പ് 10 ഫോൺ നമ്പർ കാണാതറിയാമായിരുന്നു. നമുക്ക് ഡെയിലി വിളിക്കുന്ന ഫോൺ നമ്പർ പോലും കാണാതറിയില്ല. അത്രയും തലച്ചോറ് ഉപയോഗിക്കാതെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് വരെ ടെക്നിക്കൽ സൈഡിനെ ആശ്രയിച്ച് പോകുന്ന ഒരു കാലത്ത് തലച്ചോറിന് ഉള്ള ഒരു എക്സർസൈസ്, അത് ഏത് വിധേനയാണെങ്കിലും തലകൊണ്ടൊരു കാര്യം കണ്ടുപിടിക്കാൻ, തലകൊണ്ടൊരു കാര്യം ചിന്തിക്കാൻ പ്രാപ്തി നൽകുന്ന ഒന്നാണ് അബാക്കസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള. അത് കണക്കായിക്കോട്ടെ, അതൊരു ബേസാണ്. അവിടെ നിന്നും ചിന്തിക്കാനുള്ള ശേഷി, ഏത് കാര്യത്തെയും അപഗ്രഥിക്കാനുള്ള ഒരു ശേഷി ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. അതിനെ മുന്നിട്ടിറങ്ങുന്ന ഈ അബാക്കസിൻ്റെ ESMAയുടെ നല്ലവരായ സാന്നിധ്യം വരുന്നവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങൾ ഓരോരുത്തർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക്. പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള പരിപാടികളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ വിളിക്കുമ്പോൾ അവിടെ ഇപ്പം ലാൽജി സാറ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൈ വളരെ നല്ലതാണ്, അദ്ദേഹം സമ്മാനം കൊടുത്തു, അദ്ദേഹമായിട്ട് തുടങ്ങി വയ്ക്കുന്ന ഒന്നും മോശം വരില്ല എന്ന് ഞാൻ ഓർത്തു. ഞാനപ്പോൾ ഓർത്ത് ലാൽജി സാറ് കള്ളന്മാരെയൊക്കെ പിടിച്ച് ഇടിക്കാതെയൊക്കെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇടി കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഇടിയായിരിക്കും. ഒരു സമയം കിട്ടില്ല ഇടിക്കുന്ന ഒഴിവ് കിട്ടാനായിട്ട്. അദ്ദേഹം വളരെ സരസമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും ഒരു പോലീസുകാരൻ്റെതായ സംസാര ഭാഷയോ ചിരിയോ യൂണിഫോം അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സീരിയലിലൊക്കെ നായകനാകേണ്ട ആളാണ് എൻ്റെ പുറകിൽ ഇങ്ങനെ കമ്മീഷനായിട്ട് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ചിന്തിച്ചു പോകും. അത്രയധികം എനിക്കൊരു 10-12 വർഷത്തെ പരിചയം അദ്ദേഹമായിട്ടുണ്ട്. അദ്ദേഹം പറയാനുള്ളൊരു പ്രധാന മേഖലകളെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കുടുംബത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വർത്തമാനകാലത്തിൽ അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാവരും. ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഇവിടെ സംഭവിക്കുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കെല്ലാം ഒത്തുകൂടാനുള്ള അവസരങ്ങൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. അങ്ങനെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക്
പോകാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന സത്യം. അപ്പം ഒത്തുകൂടുന്ന ഈ അവസരങ്ങൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം, പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പം എന്നോട് ചോദിച്ചു ഇംഗ്ലീഷിൽ പ്രസംഗിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു ചെറുപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് മലയാളത്തിൽ പ്രസംഗിക്കാം, വേണമെങ്കിൽ ഇംഗ്ലീഷ് പ്രസംഗിക്കാം, പക്ഷെ മലയാളം മതി എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. കാരണം ഞാനൊരു സ്ഥാപനത്തിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ തന്നെ അത് അങ്കലാപ്പിലായിപ്പോയി. എന്താണെന്നറിയാൻ പാടില്ല, ഞാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ മാത്രം വിദ്യാഭ്യാസ കുറവ് പലപ്പോഴും എനിക്കെതിരെ വരുന്നവർക്ക് ഉണ്ടാകാറില്ല. ഞാനപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്ന് കൂട്ടുകാരൊരു മെസ്സേജ് അയച്ചു, എവിടെ നിന്നൊരു ഇംഗ്ലീഷ് പ്രസംഗം എഴുതി ഫോട്ടോസ് എടുത്തുകൊണ്ടാ. ലേഡീസ് ആൻഡ് ജെന്റിൽമാനൊന്നും വേണ്ട, അതൊക്കെ എനിക്കറിയാം, ബാക്കി മതിയെന്ന് പറഞ്ഞു. പിൻവാതിലൂടെ 5 പേജ് ഇംഗ്ലീഷ് പ്രസംഗം എൻ്റെ കയ്യിലെത്തി. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഓൺ ദി സസ്പീഷ്യസ് ഒക്കേഷൻ എന്ന് പറഞ്ഞ് വായിച്ചു തുടങ്ങി.